പെരുമ്പാവൂരിനടുത്തുള്ള കല്ലിൽ എന്ന സ്ഥലത്ത് പ്രകൃതിദത്തമായ പാറപ്പുറത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ജൈനമത ക്ഷേത്രം ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പ്രാചീന കാലത്ത് കോട്ടയം ജില്ലയിലെ പെരുമ്പാവൂർ ഒരു പ്രധാന ജൈനമത കേന്ദ്രമായിരുന്നു എന്ന് കരുതാം. ഈ ആരാധനാലയത്തിൽ പാർശ്വനാഥന്റെയും മഹാവീരന്റെയും പത്മാവതി ദേവിയുടെയും ബിംബങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രം ഒരു ഹിന്ദുമത ഭഗവതി ക്ഷേത്രമായിട്ടാണ് ആരാധിച്ച് പോരുന്നത്. ഹിന്ദുമത ബ്രാഹ്മണ പുരോഹിതരാണ് ഇവിടെ പൂജ നടത്തുന്നത്. പ്രാചീന കേരളത്തിലെ മറ്റൊരു ജൈനമത കേന്ദ്രമായിരുന്നു വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള മന്നംതൊടിയും മറ്റു സ്ഥലങ്ങളും. ഈ സ്ഥലം ഗണപതി വട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള ഇടയ്ക്കൽ ഗുഹയിൽ കടബാസിൻ്റെയും പലരുടെയും കാലഘട്ടത്തിലെ ശിലാബിംബങ്ങൾ കാണാൻ കഴിയും. ഇടയ്ക്കൽ കുന്നിൻ്റെ മുകളിൽ കാണപ്പെടുന്ന ഭഗവതി ക്ഷേത്രം പ്രാചീന കാലത്ത് ഒരു ജൈനമത കേന്ദ്രമായിരുന്നു എന്ന് കരുതുന്നവർ ഏറെയാണ്. കാലക്രമേണ അവ പൂർണ്ണമായും തകർന്നുപോയി. പിന്നെ തകർന്നുപോയൊരു ജൈനമത ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ ഈ പ്രദേശങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാർശ്വനാഥൻ്റെയും മഹാവീരൻ്റെയും ഗ്രാനൈറ്റിലുള്ള രൂപങ്ങൾ 1959 കാവശ്ശേരി അംശം ആലത്തൂർ താലൂക്കിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് താലൂക്കിലെ ബംഗാരമജ്ജറിലെ 2 പഴയ ജൈനമത സ്തൂപങ്ങൾ ഈ പ്രദേശത്തെ ഏതാനും ജൈനമത വിശ്വാസി കുടുംബങ്ങൾ അവരുടെ ആത്മീയമായ ആവശ്യങ്ങൾക്കായി ഇന്നും ആശ്രയിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേരളത്തിലെ ജൈനമതത്തിൻ്റെ തകർച്ച ഏതാണ്ട് 8-ാം നൂറ്റാണ്ടോടെ ആരംഭിച്ചു. ശൈവ വൈഷ്ണവ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും സ്വാധീനവുമാണ് ജൈനമതത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. AD 16-ാം നൂറ്റാണ്ടോടെ ജൈനമതം ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായി. ജൈനമതത്തിൻ്റെ സ്വാധീനം കേരളത്തിലെ ക്ഷേത്രങ്ങളെയും പള്ളികളെയും വാസ്തുവിദ്യയെയും ഏറെ സ്വാധീനിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ് ഇത് പ്രകടമായി കാണാൻ കഴിയുക. മലബാറിലെ ഹിന്ദു ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികൾ പോലെ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത് ജൈനമത ശൈലിയുടെ സ്വാധീനം കൊണ്ടാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരം വസ്തുതകൾ വില്യം ലോഗന്റെ ശ്രദ്ധയെ കൂടി ആകർഷിച്ചിട്ടുണ്ട്. വില്യം ലോഗന്റെ മലബാർ മാനുവൽ എന്ന കൃതിയിൽ ഇതിനാവശ്യമായ തെളിവുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാദേശികമായി മലബാർ മേഖലയ്ക്ക് ജൈനമതവുമായിട്ടുള്ള ബന്ധം മലബാർ മാനുവലിൻ്റെ രചയിതാവായിട്ടുള്ള വില്യം ലോഗൻ കൂടി തിരിച്ചറിഞ്ഞിരുന്നു എന്ന കാര്യം ഏറെ ശ്രദ്ധേയമാണ്. അതിന് ചരിത്രപരമായും സാമൂഹ്യശാസ്ത്രപരമായും വളരെയേറെ പ്രാധാന്യം ഉണ്ട്. ഇനി നമുക്ക് ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരിയായിരുന്ന അശോകൻ്റെ ഭരണകാലഘട്ടം മുതൽ തന്നെ കേരളത്തിലും ബുദ്ധമതം എത്തിയിരുന്നു. ഇതിനുള്ള സാഹിത്യപരമായ തെളിവുകൾ സംഘകാല കൃതികളിൽ നിന്നും ലഭ്യമാണ്. ബുദ്ധമത മിഷണറി സംഘങ്ങളെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ സംഘകാല കൃതികളിൽ ഉണ്ട്. ധാരാളം ബുദ്ധമത പ്രതിമകളും കരുനാഗപ്പള്ളിയിൽ നിന്നും കുന്നത്തൂരിൽ നിന്നും അമ്പലപ്പുഴയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധമത ക്ഷേത്രം ശ്രീമൂലവാസം ആയിരുന്നു. ജൈനമതത്തെ പോലെ തന്നെ ബുദ്ധമതത്തിലും ജൈനമതത്തെ പോലെ തന്നെ ബുദ്ധമതത്തിനും പ്രാചീന കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്ന ആശയം വളരെ ശക്തമാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബുദ്ധമതം ഏറെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അശോക ശാസനങ്ങളിൽ നിന്നും സംഘകാല കൃതികളിൽ നിന്നും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട സാഹിത്യ കൃതികളിൽ നിന്നും എല്ലാം തന്നെ ബുദ്ധമതത്തിൻ്റെ കേരളത്തിലുള്ള പ്രചാരത്തെക്കുറിച്ച് ആവശ്യമായ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലും ബുദ്ധമതത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നു എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്കിൽ നിന്നും ധാരാളം ബുദ്ധമത പ്രതിമകൾ കണ്ടെടുത്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര അതുപോലെ തന്നെ ആലപ്പുഴ താലൂക്കിൽ നിന്നും താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകം ബുദ്ധമത പ്രതിമകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ബുദ്ധമത വിശ്വാസത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ശക്തി വിളിച്ചോതുന്ന പുരാവസ്തുപരമായ തെളിവുകളാണ്. ഇത്തരം ബുദ്ധമത വിഗ്രഹങ്ങളിൽ ഏറെ ശ്രദ്ധേയമായത് അമ്പലപ്പുഴയ്ക്ക്
അടുത്തുള്ള അവിടെ നിന്നും കണ്ടെടുക്കപ്പെട്ട കരിമാടിക്കുട്ടൻ്റേതാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായിരുന്നു ശ്രീമൂലവാസം. ശ്രീമൂലവാസം എന്ന സ്ഥലനാമം തന്നെ ബുദ്ധമത വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. ശ്രീമൂലവാസം എന്ന സ്ഥല പേര് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്. ജൈനമതത്തെ പോലെ തന്നെ AD 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ് കേരളത്തിലെ ബുദ്ധമതത്തിൻ്റെ തകർച്ച ആരംഭിച്ചത്. ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ശ്രീ ശങ്കരാചാര്യരുടെ ധർമ്മചക്ര പ്രവർത്തനങ്ങളും ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. 12-ാം നൂറ്റാണ്ടോടെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായി. ഹിന്ദു ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന ഉത്സവങ്ങളും അതിൻ്റെ ഭാഗമായുള്ള പല ആചാരാനുഷ്ഠാനങ്ങളിലും ബുദ്ധമതത്തിൻ്റെ സ്വാധീനം വളരെ പ്രകടമാണ്. കേരളത്തിൽ ഇന്ന് വളരെ വിപുലമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന പല ഉത്സവ ആഘോഷങ്ങളിലും ബുദ്ധ പാരമ്പര്യത്തിൻ്റെ സ്വാധീനം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ബുദ്ധമത സ്വാധീനം വിളിച്ചോതുന്ന മറ്റൊരു പ്രശസ്ത ഹിന്ദുമത ക്ഷേത്രമാണ് ശബരിമല. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ അഹിംസ പാലിക്കുന്നു, ശുദ്ധ വെജിറ്റേറിയനിസം സ്വീകരിക്കുന്നു, എല്ലാ ലൗകിക സുഖ സൗകര്യങ്ങളും ഉപേക്ഷിക്കുന്നു, 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം പിന്തുടരുന്നു, 18-ാം പടി എന്ന സങ്കല്പം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ബുദ്ധമത സ്വാധീനം കാണാം. ശബരിമല ശാസ്താവിൻ്റെ ചിന്മുദ്രയോടുകൂടിയുള്ള ധ്യാനനിരതനായുള്ള ഇരിപ്പിലും ബുദ്ധവിഗ്രഹത്തിൻ്റെ ഒരു സമാന രൂപം ദർശിക്കാൻ കഴിയുമെന്നും ചിലർ വാദിക്കുന്നു. ശബരിമല ഒരു കാലത്ത് ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായിരുന്നുവെന്നും സംശയിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റു മേഖലകളിലും ബുദ്ധമതത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിന് ലഭിച്ച വമ്പിച്ച പ്രചാരമാണ്. ആയുർവേദത്തിൻ്റെ വ്യാപനത്തിനും വളർച്ചയ്ക്കും ബുദ്ധമതം വളരെ പ്രധാനപ്പെട്ട സംഭാവനയാണ് നൽകിയത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആയുർവേദ ചികിത്സാ പാരമ്പര്യം ബുദ്ധമതത്തിൻ്റെ ഒരു സമ്മാനമാണ് എന്ന് വിശ്വസിക്കുന്നു. ആയുർവേദത്തിലെ വിശിഷ്ട ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം തയ്യാറാക്കിയത് ഒരു ബുദ്ധമത പണ്ഡിതനായ വാഗ്ഭടൻ ആയിരുന്നു എന്നതും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതായ ഒരു വസ്തുതയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസത്തെയും സാക്ഷരതയുടെ വളർച്ചയെയും ബുദ്ധമതം സ്വാധീനിച്ചിട്ടുണ്ട്. ബുദ്ധമത സന്യാസിമാർ വിദ്യാഭ്യാസത്തിന് വലിയ പ്രചാരം നൽകി. പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു മലയാള പദമാണ് എഴുത്തുപള്ളി. ഇതിൻ്റെ പിന്നിലും ഒരു ബുദ്ധമത പാരമ്പര്യം കാണാൻ കഴിയും. ബുദ്ധിസ്റ്റുകൾ അവരുടെ വിഹാരങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. പള്ളിക്കൂടം എന്ന പദത്തിൻ്റെ പിന്നിലും ബുദ്ധമത പാരമ്പര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും.